ഷോൺ ജോർജ് സിറോ മലബാർ സഭാ ആസ്ഥാനത്ത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെത്തി മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിവരങ്ങളുമായി ജോയ് മോൻ ജോസ് ആണ് ചേരുന്നത്. ജോയ്, എന്തായാലും ദീപികയിൽ വന്ന മുഖപത്രവും അതിനു പിന്നാലെ ബിഷപ്പുമായിട്ടുള്ള ഷോൺ ജോർജിന്റെ വാഗ്വാദങ്ങളും ഒക്കെ വലിയ തരത്തിൽ വിവാദമായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സഭാ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ച എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാതി, അല്പം മുമ്പാണ് ഷോൺ ജോർജ് ഇതുപോലെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തുന്നത്. അത് കാക്കനാടുള്ള മൗണ്ട് സെന്റ് തോമസിലാണ് ഷോൺ ജോർജ് എത്തിയത്. അതായത് അല്പം മുമ്പ് എത്തിയ ഷോൺ ജോർജ് ഇപ്പോൾ മാർ റാഫേൽ തട്ടിലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമുക്കറിയാം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉയർന്നു വന്ന ഈ വലിയ വിവാദങ്ങൾ, അല്ലെങ്കിൽ ഷോൺ ജോർജും അതുപോലെ തന്നെ പി സി ജോർജും ദീപികയ്ക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ ദീപിക ഇവർക്കെതിരെ തുറന്നടിക്കുകയും വലിയ വിമർശനവും ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായും ഇടനേരം കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർക്കെതിരെ ഇത്തരത്തിൽ മാന്യത വിട്ട രീതിയിലായിരുന്ന വിമർശനമായിരുന്നു ഷോൺ ജോർജും അതുപോലെ തന്നെ പി സി ജോർജും നടത്തിയത്. ഇതെല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു. ഇവർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് പാലാ ബിഷപ്പ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. അതായത് പൊതുപ്രവർത്തകരാകാം, പൊതുപ്രവർത്തനങ്ങളുടെ ഇടയിലായാലും വിമർശനങ്ങൾക്കൊരു മാന്യത വേണം, അല്ലെങ്കിൽ അതിര് വിടരുത് എന്ന് പരസ്യമായാലും രൂക്ഷമായി വിമർശിക്കുകയുണ്ടായിരുന്നു പല സഭാ മേലധ്യക്ഷന്മാരും. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു വിവാദമായിരുന്ന സംഭവത്തിനിടെയാണ് ഇപ്പോൾ ഒരു അനുനയ നീക്കം എന്നോണം ഷോൺ ജോർജ് ഇപ്പോൾ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അറിയാം, അതായത് ഷോൺ ജോർജ് മത്സരിക്കുന്ന പാലായാലും അല്ലെങ്കിൽ സഭയ്ക്ക് സ്വാധീനമുള്ള മേഖലയിലാണ്. ഈ ഘട്ടത്തിലെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയൊരു പിന്തുണ, അല്ലെങ്കിൽ സഭയുടെ പിന്തുണ ഷോൺ ജോർജും അതുപോലെ തന്നെ പി സി ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാറിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും അത്തരത്തിലൊരു പിന്തുണയൊന്നും ലഭിക്കാതെ വന്നതോടുകൂടിയാവാം ഇത്തരത്തിലൊരു വിമർശനവുമായി ആദ്യം പി സി ജോർജും പിന്നാലെ മകൻ ഷോൺ ജോർജും രംഗത്തെത്തുന്നത്. ഇതിന് പിന്നാലെ തന്നെ FCRA ബിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ ഈ ബിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതാണ്, അതിനെതിരെയുള്ള ഇവരുടെ പ്രതികരണങ്ങളൊക്കെയും വീണ്ടും വാർത്തകൾ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയെല്ലാം ആണ് ഇത്തരത്തിലൊരു അനുനയ നീക്കം എന്നോണം ഷോൺ ജോർജ് ഇതുപോലെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. അതായത് അടുത്ത ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉണ്ടാകുന്നതിന് മുമ്പ് സഭാ മേലധ്യക്ഷന്മാരെ അനുനയിപ്പിക്കാനുള്ള നീക്കമായിട്ട് തന്നെ വേണം സ്വാതി ഇതിനെ കാണാൻ.